ഈ നേരത്തെ ഉറങ്ങുന്ന ആളുകൾക്ക് നേരത്തെ എണീക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി ഈ സൺലൈറ്റ് എക്സ്പോസ് ചെയ്യാനൊക്കെ കൂടുതൽ അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉന്മേഷം കൂടാനും അവരുടെ മാനസിക സമ്മർദ്ദം കുറയാനും മാനസിക സംതൃപ്തി കൂടാനും അതുപോലെ വൈറ്റമിൻ ഡി ലെവലിൻ്റെ അളവ് കൂടാനൊക്കെ അത് സഹായിക്കും. പക്ഷേ നേരെ വൈകി ഉറങ്ങുന്ന ആളുകൾക്ക് അവരുടെ അത്രത്തോളം ഉന്മേഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ നേരെ വൈകി ഉറങ്ങുന്ന ആളുകളുടെ പ്രൊഡക്ടിവിറ്റി ലെവലും അതുപോലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അവർ നേരത്തെ ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അപ്പോൾ നേരത്തെ ഉറങ്ങുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള 7 ടിപ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തത് നിങ്ങൾ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. നേരത്തെ എണീക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പിന്നോട്ട് തിരിക്കുക ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് നേരത്തെ 1 മണിക്കൂർ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തെ ഉറക്കം വരുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തത്, നിങ്ങൾ കോഫി, ടീ അതുപോലെ മറ്റു തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സുകളൊന്നും ഈവനിങ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ഇതെല്ലാം സ്റ്റിമുലൻ്റാണ്. ഇതിലടങ്ങിയിട്ടുള്ള കഫീൻ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഉണർന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്കായി മാറും. അപ്പോൾ നിങ്ങളുടെ ഉറക്കം ഇല്ലാതാവും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണ രീതി. രാത്രിയിൽ നിങ്ങൾ ഹെവിയായ ആഹാരം കഴിക്കാതിരിക്കുക, നേരെ വൈകിയ ആഹാരം കഴിക്കാതിരിക്കുക, കൂടുതൽ കലോറിയുള്ള ആഹാരം രാത്രിയിൽ കഴിക്കാതിരിക്കാം. കാരണം ഇതെല്ലാം നിങ്ങളുടെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ഡൈജസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ അത് മുഖേന നിങ്ങളുടെ ഉറക്കത്തെ ഇത് വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. ഇനി നാലാമത്തതാണ്, നിങ്ങൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ഒക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ റൂമിലുള്ള ബ്രൈറ്റ് ലൈറ്റ് ടേൺ ഓഫ് ചെയ്തിട്ട് ഡിമ്മായിട്ടുള്ള ലൈറ്റ് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടും ഡാർക്ക് ആക്കുകയാണ്. ഇപ്പോൾ ഡാർക്ക് സമയത്ത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ തലച്ചോറിൽ, അതാണ് മെലാറ്റോണിൻ. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുക. ഇനി 5ാമത്തെ ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് യോഗയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലൊരു ശ്ലോകം തന്നെ യോഗയിലുണ്ട്: ചലേ വാതേ ചലേ ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വസനക്രിയകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാമെന്നാണ് ഈ ഒരു ശ്ലോകയിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ വളരെ സാവകാശം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുക. അതിനുശേഷം ദീർഘമായി ഒരു 5 സെക്കൻഡ് എടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശ്വാസനാളങ്ങളിലൂടെ തണുത്ത വായു ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് സാവകാശം ശ്വാസം 5 സെക്കൻഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വിടുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശ്വാസനാളങ്ങളിലൂടെ ചൂടുള്ള വായു പുറത്ത് വരുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫീൽ ചെയ്തതുകൊണ്ട് 20 തവണ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനുശേഷം മനസ്സിലാവുക നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ സ്റ്റഡി ആവുന്നതും അതുപോലെ നിങ്ങളുടെ മനസ്സ് കാം ഡൗൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനെയൊക്കെ കാം ഡൗൺ ആയി വെക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെയും അതുപോലെ മനസ്സിനെയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ആക്കുകയാണ് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 6ാമത്തെ ടെക്നിക്കാണ് ഒരു അരോമ തെറാപ്പി ടെക്നിക്ക്. അതിന് വേണ്ടിയിട്ട് റോസ്മേരി എന്ന് പറയുന്ന ഒരു എസൻഷ്യൽ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക്, ആമസോൺ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പം ആ എസൻഷ്യൽ ഓയിൽ നിങ്ങൾ ഒരു കോട്ടണിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ബെഡിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തലയണക്കടുത്തായിട്ട് വെക്കണം. എന്നിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാം ഡൗൺ ചെയ്യാൻ ശേഷിയുള്ള ഒരു സ്മെല്ല് അതിൽ നിന്ന് കിട്ടുക. തീർച്ചയായും നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഇമ്പ്രൂവ് ചെയ്യും. ഈ 7ാമത്തെ ടെക്നിക്കാണ് വാട്ടർ തെറാപ്പി ടെക്നിക്ക്. അതിൽ നിങ്ങളുടെ 2 കാലുകളും ഒരു ചുടുവെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മുക്കി വെക്കുന്ന രീതിയാണ്. അത് ചുടുവെള്ളം എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ചൂടായിരിക്കണം. അതുപോലെ മുട്ടുവരെ അളവിലെ വേണം വെള്ളം എടുക്കേണ്ടത്. അതിന് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. മുട്ടിന് മുകളിലായിട്ട് വെള്ളം നനക്കാതിരിക്കുന്നതാണ് നല്ലത്. 15 മിനിറ്റാണ് കാല് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കേണ്ടത്. അതിനുശേഷം നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം നേരെ ബെഡിൽ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ ഇത് കാം ഡൗൺ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ശരീരഭാഗത്തിന് മുകൾ ഭാഗങ്ങളിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന രക്തങ്ങളൊക്കെ താഴോട്ട്
കൊണ്ടുവരാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് വെരിക്കോസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 7 ടെക്നിക്ക്, ഈ 7 നാച്ചുറൽ റെമഡീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ഉപയോഗപ്പെടാറുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യം ഫലിക്കാതെ വരാറുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എക്സ്പെർട്ടിനെ പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ എന്താണ് റൂട്ട് കോസ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ തീർച്ചയായും വീഡിയോ ആവശ്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ലൈക്കിലും കമൻറ്റിലുമായി ഇൻവോൾവ് ചെയ്യണം. അപ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല കണ്ടൻറ്റുമായി വരാം. അതുവരേക്കും ഗുഡ് ബൈ.